നൈട്രജൻ ശ്വസിച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുന്ന ആദ്യ കുറ്റവാളിയായി മാറിയിരിക്കുകയാണ് കെന്നത്ത് യൂജിൻ സ്മിത്ത് എന്നയാൾ. നൈട്രജൻ ഗ്യാസ് ശ്വസിപ്പിച്ചുകൊണ്ടുള്ള വധശിക്ഷ നടപ്പാക്കിയത് ഇപ്പോൾ അമേരിക്കയിലെ അലബാമയിലാണ്. 1988 സുവിശേഷകന്റെ ഭാര്യയെ കൊന്ന കേസിലാണ് കെന്നത്ത് യൂജിൻ സ്മിത്തിന് വധശിക്ഷ നൽകിയത്. എങ്ങനെയാണ് ഇതെന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ ജി നാഥ് നമുക്ക് പറഞ്ഞുതരും. രാഹുൽ, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ശിക്ഷാ രീതികളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ ഇല്ലാത്തൊക്കെ ഒരു കാര്യമാണിത്. എങ്ങനെയാണ് ഇത് മുന്നിലേക്ക് വന്നത്? എന്താണ് ഈ രീതി? രണ്ടെന്ന് പറയുന്നത്, ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ശിക്ഷാ രീതികളൊക്കെ, വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വെക്കുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരാനും കൂടിയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു പൂജ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം വർഷങ്ങൾ നിയമോപകാരത്തിൽ കിടന്നിങ്ങനെ കുരുങ്ങി അവസാനം അദ്ദേഹം അപ്പീൽ കൊടുത്തു. കാരണം ഈ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് ഒരാളെ കൊല്ലുക, അല്ല വധശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുന്ന രീതി അമേരിക്കയിൽ എങ്ങും നടപ്പിലാക്കിയിട്ടില്ല. ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളും, മിസിസിപ്പിയിലും മറ്റൊരു സംസ്ഥാനത്തും ഇതിന് അനുമതി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു എന്താ പറയുക, വധശിക്ഷ രീതി മുന്നോട്ട് വെച്ചപ്പോൾ വിദഗ്ധർ പറഞ്ഞത് ഒരു പക്ഷേ ഈ നൈട്രജൻ വാതകം ശ്വസിക്കുന്ന മനുഷ്യൻ മരിക്കണമെന്നില്ല, ജീവശവമായി പോലും മാറാം. അതുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള കണ്ടെത്തലും അഭിപ്രായങ്ങളും ഉള്ളെടുത്തുനിന്നാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഇദ്ദേഹം മരണപ്പെട്ടു. ഇത് പറയുന്നത് മാസ്ക് ധരിപ്പിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹം മരിക്കും പറയുന്നത്. ഈ നടപ്പിലാക്കിയ അധികൃതർ പറയുന്നത് വേദനരഹിതമായ മനുഷ്യത്വപരമായ രീതിയിലാണ് ഈ ഒരു നടപടി നടത്തിയിട്ടുള്ളത്. ഇത് ഇനിയും പിന്തുടരാൻ പറ്റുന്ന നടപടിയാണെന്നൊക്കെ രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്, ലെബനിലുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിഷേധങ്ങൾ തീർച്ചയായും ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്കെന്ന് പറയുന്ന പ്രാകൃതമായ ഒരു രീതി, അതാണ് വധശിക്ഷ എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. കാരണം ഇത്രയും പുരോഗമിച്ച സമൂഹത്തിൽ വധശിക്ഷ പോലും വേണോ എന്നുള്ള ചർച്ച ഉള്ളപ്പോഴാണ് വധശിക്ഷയിൽ തന്നെ പുതിയൊരു രീതി കൊണ്ടുവരുന്നത്. പുതിയ രീതി കൊണ്ടുവരുമ്പോൾ അതിന് പരീക്ഷണ വസ്തു ആകേണ്ട ഒരു മനുഷ്യനാണ്. ഇതുവരെ മുമ്പ് ആർക്കും പരീക്ഷണം നടത്തിയിട്ടില്ല. അദ്ദേഹം മരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അദ്ദേഹം മരിക്കാതെ കിടന്നാൽ ആ ശരീരം വീണ്ടും അനുഭവിക്കും എന്നൊക്കെ പറയുന്ന ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ വധശിക്ഷ എന്ന് പറയുന്ന ആ രീതിയിൽ പോലും നൈതികതയുണ്ടെന്നുള്ള ചോദ്യം ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ രീതിയും ചോദ്യം ചെയ്യപ്പെടും പൂജ.